நாளைக்கு நம்ம பொருள் எல்லாம் வாங்க போலாமா? നീ എപ്പോഴത്തെ പോലെ അടുക്കള കയറി കൂടെ കൂടെയുള്ള പാചകം അങ്ങ് നിർത്തണം. ഗ്യാസ് തീർന്നാലേ കിട്ടാൻ വലിയ പാടാ. ஆமா, அப்படின்னா நம்ம விறகடுப்பு செட் பண்ணலாமா? അത് നമുക്ക് ആലോചിക്കാം. ഹലോ, അടുക്കള ജോലിയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ മക്കളെ. உனக்கு ஏதாவது வேணுமா? എനിക്ക് ഒരു സാധനം വേണം, പക്ഷെ അത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. கட்டன் சாய் தானே? இங்க கொடு, நான் வைக்கிறேன். ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന്. വേണോ സിദ്ധു? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നേ, ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മൂമ്മോ, അമ്മൂമ്മ കഴിഞ്ഞ ദിവസമേ അമ്പലങ്ങളിലൊക്കെ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, അതെന്തായി? എന്റെ പൊന്നു മോനെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ പോകാൻ സമയം? ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അമ്പലത്തിൽ പോയിരിക്കുക, അങ്ങനെയാണോ നടന്നതോ? എന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായ മക്കളെ, പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണ്ടേ? എന്റെ അമ്മൂമ്മ ഇവിടെ പിള്ളേരാരാ? ലച്ചുവോ, കേശുവോ, അമ്മായിയോ? പാറൂസിന്റെ കാര്യമാണേ ഓക്കെ, പാറു ചെറുതാണ്, പക്ഷെ പാറുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഇത്ര പേര് ഇവിടെ ഇല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും നമ്മുടെ കണ്ണെത്തിയില്ലെങ്കിലേ ശരിയാവത്തില്ല മക്കളെ. എന്റെ അമ്മൂമ്മ അതൊക്കെ അമ്മൂമ്മയുടെ തോന്നലാ. ഇപ്പൊ അമ്മൂമ്മയുടെ കണ്ണൊന്ന് തെറ്റിയാലും ഒരു കുഴപ്പമില്ല, സംഭവിക്കേണ്ടത് സംഭവിക്കും. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നാലും എന്നാലും ഇല്ല അമ്മൂമ്മ. അമ്മൂമ്മ കുറച്ചൊക്കെ അമ്മൂമ്മയ്ക്ക് വേണ്ടിട്ട് ജീവിക്കേ. ഇത്രയും കാലം ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനി കുറച്ചൊക്കെ അമ്മൂമ്മയ്ക്ക് വേണ്ടി ജീവിക്കാം അമ്മൂമ്മ. അതൊന്നും വേണ്ട മക്കളെ. ഇങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കുന്നതാണ് അമ്മൂമ്മയുടെ കുഴപ്പം. അതൊക്കെ എന്റെ കൂട്ടുകാരന്റെ അമ്മൂമ്മ എന്ത് ചെയ്യാന്നറിയാവോ? അവരിപ്പോ എന്താ ചെയ്യാൻ പറഞ്ഞത് അറിയാവോ? എവറസ്റ്റ് കയറാൻ പോവാ. ഇന്ത്യയിൽ എന്താ കുഴപ്പം? എന്റെ ആന്റി മൈൻഡ് സെറ്റ് വേണം, മനസ്സിലാണ് എല്ലാം ഇരിക്കുന്നത്. അമ്മൂമ്മോ, നമ്മൾ ഈ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടേ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് കുറെ മുന്നോട്ടും, പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും ഇച്ചിരിയൊക്കെ സമയം കണ്ടെത്തണം. എന്റെ ഒരു അഭിപ്രായത്തിൽ അമ്മൂമ്മയുടെയും കനകാരിയുടെയും ടൈമാണ്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ മക്കളെ, കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കാന്ന് പറയുന്നേ. സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെ, പക്ഷെ ഇച്ചിരിയൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മുമ്പ ഒരു സിനിമയ്ക്ക് പോയിട്ട് ഇപ്പൊ എത്ര നാളെ കാണും? അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയില്ലയോ? അത് നമ്മളെല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ അമ്മുമ്മ വന്നത്. അമ്മുമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സിനിമയ്ക്ക് പോയിട്ട് എത്ര നാളെ കാണും? അതിപ്പോ ഒരുപാട് നാളായി. കനകാന്റിയോ? அதுக்கு தலைவர் படமோ தளபதி படமோ வரணும்ல. ശരി, ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് എത്ര നാളെ കാണും? അത് ആലോചിക്കണ്ട, എനിക്കറിയാം കുറെ നാളായെന്നുള്ള കാര്യം. നമ്മളെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് കുറെ സമയം കളയും. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടെ ജീവിക്കാൻ പഠിക്കണം. ഒരു കാര്യം ഞാൻ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാം. നിങ്ങളുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം, ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. ഓക്കെ? കട്ട റെഡി. എനിക്ക് അരിപ്പ ഒന്ന് എടുത്തു തരൂ. ഓക്കെ, അപ്പം പറയട്ടെ. அம்மா, சித்து வந்து ரொம்ப கருத்தான விஷயம் சொல்லிட்டு போனால. സിദ്ധു പറഞ്ഞതിലും കാര്യമുണ്ടല്ലയോ? കനകം, ஆமா, നീ ഇതുവരെ റെഡി ആയില്ലയോ? நான் எப்பவே ரெடி அம்மா. എങ്ങോട്ടാ രണ്ടുപേരും? ഞങ്ങൾ ഒരിടം വരെ പോന്നു. അതല്ലേ ചോദിച്ചാ എങ്ങോട്ടാന്ന്? അതിപ്പോ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ആഹാ, രണ്ടുപേരും കൂടെ എങ്ങോട്ടോട്? അതാ ഞാൻ ഇത്ര നേരം ചോദിച്ചോണ്ടിരുന്നേ, പക്ഷെ അമ്മൂമ്മ ഭയങ്കര മോട, പറയുന്നില്ല. എങ്ങോട്ടോ ചേച്ചി? நாங்க പറയണ്ട. ചേടാ, ഇതിന് മാത്രം കലിപ്പിടം ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അതെ, പറയേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളോട് പറയും. ഞങ്ങളുടെ കാര്യങ്ങളെ ഞങ്ങൾ തന്നെ നോക്കിയാലേ പറ്റത്തുള്ളൂ. അതിപ്പോ എല്ലാത്ത കാര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ. പിന്നെ ഇത്രയും പ്രായമായില്ലേ അമ്മൂമ്മ, സ്വന്തം കാര്യം സ്വയം നോക്കണം. സ്വന്തമായിട്ട് തന്നെയാ നോക്കുന്നത്, അല്ലാതെ വേറെ ആരും നോക്കാനില്ല. ലച്ചു, രണ്ടുപേരും കൂടെ കുളിച്ചൊരുങ്ങി വല്ല അമ്പലത്തിൽ പോണതായിരിക്കും. ഇപ്രായത്തിൽ ഞങ്ങൾക്ക് അമ്പലത്തിലല്ലേ പോകാൻ സ്ഥലമുള്ളൂ, വേറെ ഒന്നും പോകാൻ സ്ഥലം ഇല്ലല്ലോ. അല്ലാതെ പിന്നെ വേറെ എങ്ങോട്ട് അമ്മൂമ്മക്ക് പോണ്ടേ? അത് തന്നെ, ഈ പ്രായമായവർക്ക് ചെന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അമ്പലം. അതെന്താ നമ്മ അങ്ങനെ? അമ്പലത്തിൽ എല്ലാ പ്രായക്കാർക്കും പോവാലോ. அதே மாதிரி இன்னைக்கு நாங்க ஒண்ணுமே சமைக்கலப்பா. വൈ വൈ വേണമെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കണം. അത് ലച്ചു ഉണ്ടായിക്കോളും. ലച്ചു ആണെങ്കിൽ രാവിലെ ഒരു പറയായിരുന്നു.
അല്ല നമ്മൾ ഒരുമിച്ചുണ്ടാക്കും. വിളിച്ചു. ആട്ടെ, പോയിട്ട് എപ്പോ വരും? അതെ, നിങ്ങൾ പോന്നിടത്തും വരുന്നിടത്തും ഒക്കെ എപ്പോ പോവും എപ്പോ വരും എന്ന് വല്ലതും എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? നിങ്ങൾക്ക് തോന്നുമ്പോ പോന്നു, തോന്നുമ്പം വരുന്നു, അങ്ങനല്ലയോ? ശരിയാ. വഴക്കുണ്ടാക്കാൻ വയ്യാത്തത് കൊണ്ടാ. എങ്ങോട്ടാന്ന് വെച്ചാൽ രണ്ടുപേരും പോയിക്കോ, സേഫ് ആയിട്ട് തിരിച്ചു വന്നാ മതി. ബൈ ബൈ. എന്നാ പിന്നെ നമുക്ക് പോവാം. താങ്ക് യു. നാളെ എങ്ങോട്ടായിരിക്കും രണ്ടുപേരും കൂടെ? എടേ, ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് തന്നെയല്ലേ വരുവുള്ളൂ. നല്ല വിശക്കുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കാം. വാ, നമുക്ക് മുട്ട റോസ്റ്റും ബ്രെഡും പിടിച്ചാലോ? അത് പൊളിച്ചു വാ. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്തിനാ? ആന്റിനെ ഞാൻ വിളിച്ചാൽ എടുക്കൂലല്ലോ. അച്ചൂസ്, ആ, ഇതാരെ വിളിക്കണേ? വേറെ ആര്? അമ്മൂമ്മനെ കറിയാ ആന്റീനെ. ആ, അവര് പുറത്തെങ്ങാണ്ട് പോയതല്ലേ? അതെ, എങ്ങോട്ടാ പോയെന്ന് പറയാൻ പാടില്ല. അവരാണെങ്കിൽ കാണുന്നുമില്ല. അമ്മൂമ്മയുടെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ്. ആന്റിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. അമ്മ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലേ? അതിന് അമ്മൂമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ കനകേച്ചിയെ വിളിച്ച്, കനകേച്ചി ഫോൺ കണക്ട് ആവണല്ലോ. അതെ, വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരിങ്ങോട്ട് തന്നെ തിരിച്ചെത്തുന്നേ. അല്ല, എന്നാലും എങ്ങോട്ടാ പോയെന്നൊന്നും അറിയാതെ നമുക്കിങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും. പടവലത്തേക്ക് എഴുതാനും വെക്കാണോ? പഴവലത്തൊന്നും പോയിട്ടില്ല. ഞാൻ ഉമേശാനെ വിളിച്ചു ചോദിച്ചു. വരുന്നു ചായ മീസ് ഇരട്ടകള്. കഴിഞ്ഞോ ഊരുതണ്ടല്? കഴിഞ്ഞില്ലെങ്കിൽ അല്ല, കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നേ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓ, അമ്മൂമ്മയുടെ കൂടെ നടന്ന് കടന്ന് കനകാന്റി വരെ വഴി തെറ്റി. അത് അവള് സഹിച്ചു. എന്തായാലുവേ നിന്റെ കൂടെ നടന്ന് എന്റെ മരുമോള് വഴി തെറ്റേണ്ട അത്രയാവത്തില്ല. എന്തായാലും അത് കറക്റ്റ്. അല്ല, രണ്ടാളും കൂടെ എങ്ങോട്ട് പോയതാ? അതൊക്കെ ഉണ്ട്. അതെ, ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോണം. മനുഷ്യന് ഇവിടുന്ന് ടെൻഷൻ അടിക്കാൻ വയ്യ. അല്ലെങ്കിൽ ഫോൺ വിളിച്ചെടുക്കണം. ഈ ഫോൺ തന്നേക്കുന്ന എന്തിനാ? സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനാ? അതെ, ലച്ചു പറഞ്ഞത് പോയിന്റ് ആണ്. ബിപിയും പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാണ്. ആർക്ക്? ഫോണിനോ? അല്ല, പ്രായമായി വരാടേ, എപ്പം വേണമെങ്കിലും വരാ. ഇതൊക്കെ என்ன கௌரி இது? அப்படி ஒரு பேச்சு. அம்மா வந்து ரொம்ப ஹெல்த்தி. തെണ്ടി തിരിഞ്ഞ് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ വേണ്ട, ഞങ്ങൾ കഴിച്ചു. കനകം, come on. രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. சித்து ரொம்ப தேங்க்ஸ்பா. ആന്റി എന്താണ് നിന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞേ? ആ, എനിക്കെങ്ങനെ അറിയാം? എന്തായാലും രണ്ടുപേരും കൂടെ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യണം. വല്ല ഭജനയ്ക്കും പോയതായിരിക്കും. ഭജനയ്ക്ക് പോയ ഭക്തി മൂടൊന്നും അല്ല മുഖത്ത്, ഏതോ പാർട്ടിക്ക് പോയ മൂടുണ്ട്. அம்மா 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 വരുന്നു. சீக்கிரம் வாங்க, நான் ரெடி ஆயிட்டேன். அழகான சாரி. அம்மா, போன் உள்ளுக்குள்ள வச்சுக்கலாமா? ആ, വെച്ചു വെച്ചു. പിന്നെ പോവാം. போலாம். ആഹാ, ഇന്നും ഉണ്ടോ സർക്കിട്ട്? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പുറത്തേക്കായിരിക്കും. അല്ല, അകത്തേക്കാ. നിങ്ങൾ പോണേന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറഞ്ഞിട്ട് പോണം എവിടെ പോണം. ഞങ്ങളൊന്ന് പുറത്തു പോകുന്നു. അതാ ചോദിച്ചത് എങ്ങോട്ടാ പോകുന്നേന്ന്. நாங்க வெளியில போறோம். ഒന്നും ചോദിച്ചില്ല, പോയിട്ട് വരും. ഹാപ്പി ജേർണി. താങ്ക്. ഇന്നും പുറത്തുനിന്നായിരിക്കുമല്ലോ അല്ലേ ഭക്ഷണമൊക്കെ കഴിക്കുന്നേ? തീരുമാനിച്ചിട്ടില്ല. എന്നാ പിന്നെ പോയിക്കോട്ടെ. ആ, പിന്നെന്താ? അമ്മായിയെ, അവരെങ്ങോട്ടായിരിക്കും പോവാൻ ചാൻസ്? എനിക്ക് ഒരു ഐഡിയയും കിട്ടണല്ലോ എന്റെ ലച്ചു. പോയാലും എങ്ങോട്ട്? അല്ല, അവരെങ്ങോട്ടാ പോയെന്ന് അറിയണ്ടേ? അവരുടെ പുറകെ പോവാന്ന്.
അതിന് അവരെ നമ്മൾ വിളിച്ചില്ലല്ലോ. അതിന് വിളിക്കണ എന്തിനാ? അവരെങ്ങോട്ടാ പോയിന്ന് നമുക്ക് അറിയണ്ട. അവരറിയാതെ നമുക്ക് അവരുടെ ഫോളോ ചെയ്തു. അത് മോശമല്ലേ? എന്തോന്ന് മോശം. അമ്മയ്ക്ക് റെഡി ആവണം. എനിക്ക് തോന്നി. എനിക്ക് തോന്നിയതാ ബാബു. എന്നാ പോ. ഫോൺ എടുത്തിട്ടുണ്ടല്ലോ. எல்லாமே ரெடி. சூப்பரா போயிட்டு வரலாம். இப்படி தானே போனோம். அல்ல അങ്ങോട്ട് அங்கே அது இங்கோட்டா. ഐസ്ക്രീം കഴിച്ചാലോ? ஓ சாப்பிடலாமா அம்மே? വാ. മോനെ ഇവിടെ ഐസ്ക്രീം ഒക്കെ കിട്ടുമോ? കിട്ടുമോ? ഐസ്ക്രീം പറയട്ടെ? ஐஸ்கிரீம் சாப்பிடுறதுக்கு தானே அம்மா நம்ம இங்க வந்தோம். அம்மா இங்க யாரையும் காணுமேம்மா. വരും, നീ സമാധാനമായിട്ടിരിക്കേ. ஹலோ இங்க ரெண்டு ஐஸ்கிரீம். അതൊക്കെ നമ്മള് ഗെയിം വിടരുത്. சத்தமா ஒன்னும் சொல்லக்கூடாது. ചൂടാത്. പിള്ളേരുടെ ഒക്കെ കൂടെ പോകുമ്പോ കണ്ടിട്ടില്ലേ നമ്മള് മസിലും ഒക്കെ പിടിച്ചിരിക്കുന്നത്. ആ ഇരുന്നാ മതി. இப்படி உட்கார்ந்தா போதுமா? ആ ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം ഉണ്ട്. മറ്റേ ഈ ഗ്ലാസ്സിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ പലവിടെയാണോ? ആ അത് തന്നെ. രണ്ടെണ്ണം. எனக்கு ஒண்ணு அம்மாக்கு ஒண்ணு. இப்ப வரும். അമ്മയെ ഇവരുടെ സന്തോഷം നോക്ക്. ஐஸ்கிரீம் കഥ പറയും കുരുവികളും കാറ്റും കടലലയും കഥയറിയാ കോകിലവും കാതിൽ കളി പറയും. കാതിൽ കളി പറയും. കഥ പറയും കുരുവികളും കാറ്റും കടലലയും കഥയറിയാ കോകിലവും കാതിൽ കളി പറയും. ചെറുകനകാംബരവും കളി പറയും. കമ്മൽ പൂവും കളി പറയും. കാറ്റും കാതിൽ കളി പറയും. കഥ പറയും കുരുവികളും കാറ്റും കടലലയും കഥയറിയാ കോകിലവും കാതിൽ കളി പറയും. എന്നാലും എന്നെ കൂട്ടാതെ ഇവരെല്ലാം കൂടെ എവിടെ പോയിക്കോ?
രണ്ടുപേരുടെ കറക്കമൊക്കെ കഴിഞ്ഞ് വരട്ടെ, കൊടുക്കാം. പ്രതീക്ഷയാണല്ലോ നമ്മൾ പോകും. ഇതെവിടെ പോയതാ? ഞങ്ങളൊന്ന് കറങ്ങാൻ പോയതാണേ. എന്നെ വിളിക്കായിരുന്നു. ലേഡീസ് ഓൺലി. ഞാൻ വിചാരിച്ചേ നിങ്ങള് കനകാന്റിയുടെ അമ്മൂമ്മയുടെയും കൂടെ പുറത്തു പോയിക്കുവാ. ആഹാ, കനകാന്റിയുടെ അമ്മൂമ്മയുടെയും കൂടെ പറയാം. എന്നിട്ട് അവരെവിടെ? അവരെ ഹലോ ഹലോ, ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാർ നിക്കുന്നുണ്ടേ. ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടേ. ഈ ആൾക്കാർ എവിടെ പോയതാ? പറയാനേ മനസ്സില്ല. ലച്ചുവേ, നമ്മളിന്ന് എവിടെയൊക്കെ പോയി ലച്ചു? നമ്മളിന്ന് ജംഗ്ഷനിലൊക്കെ പോയി ഒരു 2 റൗണ്ടൊക്കെ കറങ്ങി, അത് കഴിഞ്ഞ് ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെ നേരെ മറൈൻ ഡ്രൈവിൽ പോയി അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട്. മറൈൻ ഡ്രൈവ് പോയപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ട് ഫോർട്ട് കൊച്ചി വരെ പോയിക്കൂടാ എന്ന്. അവിടെ ബിനാലെ നടക്കുവാണല്ലോ. അതെ അതെ, അങ്ങനെ ബിനാലെയൊക്കെ കണ്ട് നൈസായിട്ട് തിരിച്ച് കറങ്ങി തിരിച്ച് ഇവിടെ എത്തി. യെസ്, ബിനാലേക്ക് പോയല്ലേ? ഞാനും കുറച്ചു നാളായിട്ട് ബിനാലേക്ക് പോകണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു. എന്താ ഒരു കാണത്തരം? ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ലല്ലേ? രണ്ടുപേരും കൂടി ലോകം ചുറ്റാൻ ഇറങ്ങിയതാണ് അല്ലേ? ആണെങ്കിൽ ഒന്നുമില്ല, പോകുമ്പോ പറഞ്ഞിട്ട് പോയാലെന്താ? അതെ, നമ്മൾ ഇവിടെ കിടന്ന് കുറച്ചു നേരമാണെങ്കിലും ഇന്നലെ നല്ല ടെൻഷൻ അടിച്ചില്ലേ? ടെൻഷൻ അടിച്ചോ? അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കുന്നത്. അതുകൊണ്ടാ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പറയാറില്ലല്ലോ. പക്ഷെ അതുപോലെയാണ് ഇത്. അതുപോലെ തന്നെയായതും. എന്റെ അമ്മൂമ്മ എനിക്കൊരു പിടിയും കിട്ടണില്ല. എന്തുവാ? ഞാൻ പറഞ്ഞുതരാം. 2 ദിവസമായിട്ടേ രണ്ടുപേരും കൂടെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, ബീച്ച്, പാർക്ക്, ഐസ്ക്രീം കഴിക്കാൻ, സിനിമ, എല്ലാത്തിനും കൂടെ പോയിട്ടേ കറങ്ങി അടിച്ചിട്ടുള്ള വരവാണിത്. അത് സിദ്ധുമ മോട്ടിവേറ്റ് ചെയ്തോണ്ടാ ഞങ്ങൾ പോയത്. ഞാന് മോനല്ലേ പറഞ്ഞ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കരുത്, ഇങ്ങനെ കറങ്ങാനൊക്കെ പോണോന്ന്. അതുകൊണ്ടാ ഞങ്ങളൊന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതെ, ഞങ്ങൾ ഇവിടെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നോക്കാറുണ്ടോ? ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? ഞങ്ങൾ ഹാപ്പിയാണോ നിങ്ങൾ ചോദിക്കാറുണ്ടോ? നേരം വെളുക്കുമ്പോ എഴുന്നേക്കുന്നു, എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കുന്നു, മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യങ്ങളും നോക്കി ജീവിതം ഇങ്ങനെ അങ്ങ് പോകുന്നു. അതിന് കണ്ണൊക്കെ നടക്കണ എന്തിനാണ് ഇത്ര സെന്റി ആവണേ? നിങ്ങൾക്കിത് സെന്റി അല്ലയോ? അമ്മ അഴക്കൂടാതമ്മ. അമ്മ, കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചല്ലേ പടവലത്ത് പോണോന്ന്? പടവലത്ത് ആഴ്ച 2 ദിവസം ഞാൻ പോകുന്നില്ലയോ? മിനിഞ്ഞാന്ന് ഞാൻ മോളില് പോയപ്പോ വിളിച്ചതല്ലേ, എന്റെ കൂടെ വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാം, പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ചു വരാമെന്ന് ഞാൻ പറഞ്ഞതാണോ? മാളിൽ പോയി സാധനം മേടിക്കുന്നതാണ് അത്ര വലിയ കാര്യം അല്ല. മറൈൻ ഡ്രൈവിൽ പോയ അപ്പൂപ്പന്മാരൊക്കെ വായി നോക്കുന്നതാണ് വലിയ കാര്യം. ലച്ചു, ആന്റി പിന്നെ 40+ ആൾക്കാരാണ്. ഞാൻ അപ്പടിയെല്ലാം ചെയ്യില്ല ലച്ചു. അമ്മൂമ്മ, ഞാൻ പറഞ്ഞ പ്രകാരമാണ് നിങ്ങൾ കറങ്ങാൻ പോയതെങ്കിലേ കൊച്ചി മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതും ഒരു സന്തോഷമുള്ള കാര്യം അല്ലയോ മോനെ? എന്താണെങ്കിലും എന്റെ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഗുണം ചെയ്തു. ഇപ്പൊ എന്താണ് അമ്മൂമ്മയുടെ പ്രശ്നം? അമ്മൂമ്മയ്ക്ക് ഇവിടെ നിന്ന് സന്തോഷം കിട്ടുന്നില്ലേ? സന്തോഷമൊക്കെ ഉണ്ട്, എന്നാലും പറ അമ്മൂമ്മ. കനകാന്റി, നിങ്ങൾ 2 പേർക്കും ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മളത് സാധിച്ചു. அப்படின்னா நான் ஒரு ஆசை சொல்லட்டா? പറ ചേച്ചി. எனக்கு ஒரு வாட்டிக்கு விட வெளியில போயிட்டு ஐஸ்கிரீம் சாப்பிடணும். അത്രേ ഉള്ള സെറ്റ് ചെയ്ത്. അമ്മമ്മ, ആന്റി, ഇനി ഇതേപോലത്തെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് പറയാം, നമ്മളത് സാധിച്ചു തരുന്നേ. അതെ, അമ്മയ്ക്ക് ഇനി എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ചേച്ചിക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഞങ്ങളത് സാധിച്ചു തരും.
എനിക്ക് പഴയ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മൂമ്മക്ക് ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടോ? ബക്കറ്റാ? അതിന് അത് ചേച്ചി നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കൂലേ, അതിലാണ് നമ്മൾ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയണത്. അതൊക്കെ നമ്മൾ സാധിക്കുമ്പോ നമ്മൾ അതിങ്ങനെ ടിക്കറ്റ് പോവും. അത്രയ്ക്കൊന്നുമില്ല, കുറച്ച് ആഗ്രഹങ്ങൾ. അമ്മ ഇനി അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമേ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് തരും. ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചോ? ആന്റി എഴുതി വെച്ചു.